എയ്യാൽ ശ്രീകാർത്തിയായനി ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക ആറാട്ട് മഹോത്സവം ഏപ്രിൽ 13 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 13-ന് ശുദ്ധിയോടുകൂടി ആരംഭിക്കുന്ന ആറാട്ട് ചടങ്ങുകളുടെ ഭാഗമായി 14-ാം തീയതി വൈകിട്ട് കൊടിയേറ്റം നടക്കും. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് നമ്പൂതിരിപ്പാട് കൊടിയേറ്റം നിർവഹിക്കും. കൊടിയേറ്റത്തോടനുബന്ധിച്ച് രാത്രി 8:30 മുതൽ ഭക്തജനങ്ങൾക്കായി പ്രസാദഊട്ടുണ്ടായിരിക്കും. കൊടിയേറ്റം മുതൽ ആറാട്ട് വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ നട തുറക്കലിന് ശേഷം നിർമ്മാല്യ ദർശനം, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഉഷപൂജ, ആറാട്ടെഴുന്നള്ളിപ്പ്, ആറാട്ട് കുളക്കടവിൽ പൂജ, നവകം, പഞ്ചഗവ്യം, ഉച്ചപൂജ, ശ്രീഭൂതബലി എന്നീ ചടങ്ങുകൾ നടക്കും. രാവിലെ 11:30-ന് ഉത്സവക്കഞ്ഞി വിതരണമുണ്ടാകും. വൈകിട്ട് 6:30-ന് വിവിധ കലാപരിപാടികളും അരങ്ങേറും. ഉത്സവത്തിന്റെ 6-ാം ദിനമായ ഏപ്രിൽ 19 ഞായറാഴ്ച വലിയ ആറാട്ടിനോടനുബന്ധിച്ച് രാവിലെ 5:30-ന് നട തുറക്കലും തുടർന്ന് വിശേഷാൽ പൂജകളും നടക്കും. ഭഗവതിയെ ആറാട്ട് കുളക്കടവിലെ പൂജയ്ക്ക് ശേഷം കൊമ്പൻ പുതുപ്പള്ളി കേശവന്റെ പുറത്തേറി തിരിച്ചെഴുന്നള്ളിക്കും. കലാമണ്ഡലം കുട്ടിനാരായണനും സംഘവും അണിനിരക്കുന്ന പഞ്ചവാദ്യം അകമ്പടിയാകും. തിരിച്ചെഴുന്നള്ളുന്ന ഭഗവതിയെ കൊടിമരച്ചുവട്ടിൽ പറവെച്ച് സ്വീകരിക്കും. തുടർന്ന് കൊടിയിറക്കം നടക്കും. 25 കലശം, പഞ്ചഗവ്യം, ഉച്ചപൂജ, ശ്രീഭൂതബലി, ബ്രാഹ്മണിപ്പാട്ട് എന്നീ ചടങ്ങുകളും നടക്കും. ഉച്ചയ്ക്ക് 3-ന് പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പൂരം എഴുന്നള്ളിപ്പുകൾ ആരംഭിക്കും. പഞ്ചവാദ്യം അകമ്പടിയേകുന്ന എഴുന്നള്ളിപ്പുകൾ 5:50 മുതൽ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും. തുടർന്ന് 8 മണിക്ക് വാദ്യകുലപതി വെള്ളിത്തിരുത്തി ഉണ്ണിനായർ പ്രമാണിത്വം വഹിക്കുന്ന പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. 26 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കും. ഏപ്രിൽ 20-ന് പുലർച്ചെ പൂരാവർത്തനത്തിന് ശേഷം രാവിലെ 8:30 മുതൽ വടക്കേ നടക്കൽ, മധുവേല, 18-ാം വാതിൽ കർമ്മം, ദണ്ടുപറി തുടങ്ങിയ ചടങ്ങുകളോടെ ആറാട്ട് മഹോത്സവത്തിന് സമാപനമാകും.